വെൽക്കം വൺസ് അഗെയിൻ. എന്നോട് പലരും ചോദിക്കും ഇത്രയും ഈ എമിഗ്രേഷനെ പറ്റി പറയാൻ ഇത്രയും സബ്ജക്റ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1 year ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഐ എം എക്സ്ട്രീംലി ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് ഐ എം ഗെറ്റിംഗ് ആൻഡ് ഓൾസോ ദി അപ്രിസിയേഷൻ ഐ എം ഗെറ്റിംഗ്. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഇമെയിൽ വഴിയും മറ്റേ വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെ കാനഡൻ്റെ അകത്തുനിന്നും കാനഡൻ്റെ പുറത്തുനിന്നും ഒക്കെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ ഒരു സങ്കടകരമായൊരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ മുന്നത്തെ എൻ്റെ പല വീഡിയോകളിലും ഒരുപാട് ഒരു പോസിറ്റീവായിട്ടും വളരെ ഒരു ഹോപ്പ്ഫുള്ളായിട്ടും ഒത്തിരി പേരെ കാനഡയിൽ പിടിച്ചു നിന്ന് പോകാൻ PR ആവാൻ രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ളൊരു കാര്യമായിട്ട് പറഞ്ഞത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്റ്റർ നമ്മളെ പറ്റിച്ചു. സത്യം പറഞ്ഞാൽ ശരിക്കും പുള്ളിക്കാരിയും അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ എക്സ്പേർട്സ് അഡ്വൈസ് വെച്ചുകൊണ്ട് അവസാന നിമിഷത്തിൽ ഒന്ന് മാറ്റി ചവിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് TRPRൻ്റെ കാര്യവും കൂടാതെ കുറച്ച് 3-4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ TRPRനെ പറ്റി തന്നെ പറയാം. കാരണം ഒരുപാട് പേർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഈ 2026-27 ബജറ്റ് വന്നപ്പോഴത്തേക്ക് എമിഗ്രേഷൻ പ്ലാനിങ് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 33,000 ആൾക്കാരെങ്കിലും ഒരൊറ്റയടിക്കോ അല്ലെങ്കിൽ 1-2 തവണകളായിട്ട് ഈ പ്രത്യേകിച്ച് വലിയ സ്കോറൊന്നും ഇല്ലാതെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിലിരിക്കുന്നവർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചാണ്. അങ്ങനെ സംഭവിച്ചാണ്. പാസ്റ്റിൽ നിങ്ങൾക്കറിയാം 2021 ഇത് വളരെ സ്പെഷ്യൽ പോർട്ടലൊക്കെ തുറന്നിട്ട് എല്ലാവരോടും അപ്ലിക്കേഷൻ ഇടാൻ പറഞ്ഞു. ഒരുപാട് പേര് കയറിപ്പോയൊരു പ്രോഗ്രാമാണ് TRPR. അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഗവൺമെൻറ് അനൗൺസ് ചെയ്തു അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ബട്ട് ഓൾ ഓഫ് ദ സഡൻ മിനിസ്റ്ററിൻ്റെ ലാസ്റ്റ് വീക്ക് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അക്കോർഡിംഗ് ടു ദ മിനിസ്റ്റർ ബേസിക്കലി ദേ ആർ നോട്ട് ലോഞ്ചിങ് എനി TRPR പോർട്ടൽ. ഇറ്റ് വിൽ ബി ജസ്റ്റ് ബേസിക്കലി എ ട്രാൻസിഷൻ. അതിൻ്റെ മെക്കാനിസം അതിനെപ്പറ്റി എന്നും ഞാൻ എൻ്റെ കൺഫ്യൂഷൻ ഷെയർ ചെയ്യായിരുന്നു. പലതും അവിടെയും വിളിച്ച് പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നൊരു ക്ലാരിറ്റി വന്നിട്ടില്ല, പ്ലീസ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ഫർദർ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ മിനിസ്റ്റർ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് TRPR ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ റൂറൽ പൈലറ്റിലും AIPയിലും പിന്നെ ചില പെർട്ടിക്കുലർ കാറ്റഗറിയിലൊക്കെ എക്സ്പ്രസ് എൻട്രിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇഫ് ദേ ആർ ബിലോങ്സ് ടു ദോസ് പെർട്ടിക്കുലർ സ്മോൾ സിറ്റീസ് അങ്ങനെയൊക്കെ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞാലും പിന്നെയും ദർ ആർ സ്റ്റിൽ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. കാരണം എക്സ്പ്രസ് എൻട്രിയുടെ ഹോൾ പോയിൻറ്റ് സിസ്റ്റം CRS സിസ്റ്റം ഒക്കെ ഇവർ കംപ്ലീറ്റ് പിന്നെ റീസ്ട്രക്ചർ ചെയ്യണം, മോഡിഫൈ ചെയ്യാണ്. അപ്പോൾ അതെന്താവും അഗെയിൻ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ സാലറി നോക്കിയിട്ട് സാലറി ബേസ്ഡ് ആയിട്ട് CRS പോയിൻറ്റ് ഒരുപാട് മാറ്റം വരുത്താൻ പോകുന്നത്. ബട്ട് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, എക്സ്പ്രസ് എൻട്രിയെ ലീവ് ഇറ്റ് അപ്പാർട്ട്. ഐ തിങ്ക് നൗ ദ TRPR ദ വേ ദേ ആർ ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് ദിസ് it is just a transition probably or fast tracking those applications which are filed already through this kind of pilot programs like AIP and rural area program. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ TRPR എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജസ്റ്റ് പറഞ്ഞാൽ പോരെ റൂറൽ ഏരിയ പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈലറ്റ് പ്രോഗ്രാംസ് ഒക്കെ we are going to expedite, we are going to speed up, we are going to reduce its processing time from 15 months to maybe 8 months or 6 months or whatever. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂറൽ ഏരിയയിലെ ലേബർ ഷോർട്ടേജ് അല്ലെങ്കിൽ മാൻ പവർ ഷോർട്ടേജിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് സം സ്ട്രാറ്റജിക്കൽ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയാണ്. ബട്ട് വെൻ ദേ സ്പോക്ക് അബൌട്ട് TRPR, ദ ഹോൾ കോൺസെപ്റ്റ് ഈസ് സംതിങ് നോൺ ടു ദ പീപ്പിൾ അറൗണ്ട് ഇൻ കാനഡ. നമ്മളെപ്പോലെ പ്രൊഫഷണൽസ് ആയാലും പാവം അപ്ലിക്കൻസ് ആയാലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോബബ്ലി ഗോയിങ് ടു ബി ആൻ റെപ്പിറ്റേഷൻ ഓഫ് 2021. ഞാൻ ആകെ പറഞ്ഞത് ട്രൈ ടു കീപ്പ് എ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ റെഡി. You may be lucky in case they are actually, it's just kind of a lottery. In case they select everyone, with a particular no code with 450+ points, you may be lucky. അപ്പം ഹാവ് എ പ്രൊഫൈൽ റെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിപ്പോൾ എല്ലാവർക്കും വേറെ എന്താണ് ഇപ്പോൾ നമ്മൾ പറയാൻ പറ്റുക? നമുക്കിപ്പം കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർക്ക് പോലും 2 months മുന്നേ TRPRനെ പറ്റി ഇതായിരുന്നില്ല ഐഡിയ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാനഡൻ്റെ അകത്തുള്ളവർക്ക് പിന്നെ എന്താണ് മറ്റുള്ള ഓപ്ഷൻസ്? പല വീഡിയോസിലും ഞാൻ മുമ്പ് പല കാര്യങ്ങളും അവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പ്ലീസ് ട്രൈ ടു ഫോക്കസ് ഓൺ സ്കിൽ ട്രേഡ് ആൻഡ് ഓൾസോ ട്രൈ ടു ഫോക്കസ് ഓൺ സം സ്പെഷ്യലൈസ്ഡ് ഇൻ ഡിമാൻഡ് കാറ്റഗറി ലൈക്ക് PSW or child care and all, and then also focus on francophone if you can,
വേറെ വഴികളില്ല, വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. ഇപ്പം പിന്നെ PNPs, ഓരോ ഏരിയയിലും PNPs ഉണ്ട്. ചിലപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില ഏരിയകളിലോട്ട് നിങ്ങൾക്ക് മാറേണ്ടി വന്ന റീലൊക്കേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. പലരും പലതും പറഞ്ഞ് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ നോക്കും, പലതും പറഞ്ഞ് നിങ്ങളെ കാശടിച്ച് മാറ്റി നിങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കും. ബി വെരി വെരി കെയർഫുൾ. പിന്നെ ഒരു രീതിയിലും ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത റിമൂവൽ ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ PRRA HNC എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് കാശുകളെ അങ്ങനെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. ഒരിക്കലും ഒരു 10 മിനിറ്റ് വീഡിയോ വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. പിന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞതാണോ ഇല്ലയോ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് റിയലി വർത്ത് എക്സ്പ്ലോറിങ് മോർ ദെൻ ഓൺലി ബുക്ക് എ കൺസൾട്ടേഷൻ. ഓക്കെ. പിന്നെ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് കമ്പാഷൻ ഗ്രൗണ്ടിൽ ഒരു വഴിയില്ലെങ്കിൽ അതിൻ്റെ റീസൺസ് ഉണ്ടെങ്കിൽ യു കൻ ഗിവ് എ ട്രൈ, ബൈ എ ടൈം. ആൻഡ് അതുപോലെ തന്നെ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പ്രൊട്ടക്ഷൻ. ബട്ട് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് an easy option anymore. Protection apply ചെയ്ത് കഴിഞ്ഞാലും there is a very good chance that you will be under tremendous pressure to prove within probably or couple of months or 1 year or 2 years or whatever. അപ്പോൾ തൽക്കാലം ടൈം വാങ്ങിക്കാൻ ചില ഓപ്ഷൻസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്താലും ultimately nobody can give you a guarantee this particular option is going to be successful. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു 3-4 കാര്യങ്ങൾ കൂടി. പലരിടത്തു നിന്നും ഒരുപാട് ഇൻക്വയറീസും ഒരുപാട് റിക്വസ്റ്റുകളും ഒരുപാട് പേരുടെ കോളും വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വെച്ച് കവർ ചെയ്യുന്നത്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നവർക്കെങ്കിലും എന്നെ ആ കാര്യത്തിന് വേണ്ടി വിളിക്കേണ്ടി വരത്തില്ല. ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ പലർക്കും എമർജൻസി ട്രാവലിംഗ്, ഇപ്പോൾ ഇന്നും മോർണിംഗിൽ പോലും ഉണ്ടായ സംഭവമാണ്. ഫാദർ പെട്ടെന്ന് നാട്ടിൽ മരണപ്പെട്ടു. ഐ വാണ്ട് ടു ട്രാവൽ. ഐ ഹാവ് ആൻ അപ്ലൈഡ് ഫോർ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ. എംപ്ലോയിഡ് സ്റ്റാറ്റസിലാണ്. ബട്ട് ഐ ഹാവ് എ TRV ഓൺ മൈ പാസ്പോർട്ട് വിച്ച് ഈസ് വാലിഡ് ഫോർ കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നാൽ എമർജൻസിയാണ്, ഫാദറൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ പോയേ പറ്റത്തുള്ളൂ. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ദർ ഓൾസോ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വെൻ യു കം ബാക്ക് യു ആർ ബ്രിങ്ങിങ് ഓൾ ദോസ് പ്രൂഫ് ഓഫ് ദ എമർജൻസി, വാട്ട് ഹാപ്പൻ ബാക്ക് ഹോം, വാട്ട് മെയ്ഡ് യു ട്രാവൽ despite of that being on employed status as a worker. But because you have a TRV, valid TRV, multiple entry on the passport, you may be able to come back. But again, at the airport, the officer can really give you a hard time. ഇങ്ങനെ എയർപോർട്ടിൽ ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടായിട്ട് വിളിച്ചവരുണ്ട്, വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പോകുന്നതിന് മുന്നേ എന്നെ വിളിച്ച് പിന്നെ സംശയം ചോദിക്കുന്നവരുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് പേർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചില പ്രീക്കോഷൻസ് എടുത്തിട്ട് തിരിച്ചു വരാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ പ്രൂഫും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക. കാരണം ഓഫീസേഴ്സ് അത് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേ ഹാവ് ഓൾ ദ റൈറ്റ് ടു ഈവൻ സെൻഡ് യു ബാക്ക് ഓർ സ്റ്റോപ്പ് യു ഫ്രം എൻറ്ററിങ് കാനഡ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ, എമർജൻസി വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ട്രൈ ടു സെൻഡ് us a message. We may be able to help you even at the airport. എൻ്റെ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലും മറ്റുള്ളതൊക്കെ അവരുടെ ഒരു പോർട്ടലിൽ, അവരുടെ ലോയറിൻ്റെ അല്ലെങ്കിൽ കൺസൾട്ടൻ്റെ പോർട്ടലിലാണ്. ഞാനിതിങ്ങനെ എന്നിലേക്ക് മാറ്റും. അത് എനിക്കിപ്പോൾ ഒരു കൺട്രോളില്ല. എൻ്റെ ഒരു സ്കോറോ കാര്യങ്ങളൊക്കെ പോയി ചെക്ക് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിലൊരു പുതിയ നോട്ടിഫിക്കേഷനോ മെസ്സേജൊക്കെ വന്നാൽ ഹൗ ഡു ഐ നോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ കയ്യിലോട്ട് കൺട്രോൾ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഒരു IAM 5476 എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്, നിങ്ങൾ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. ആ ഫോമിൽ ജസ്റ്റ് നിങ്ങൾ ക്യാൻസലേഷൻ ഓഫ് യുവർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സൈൻ വെച്ചിട്ട് നിങ്ങൾ താഴെ സൈൻ ചെയ്തൊക്കെ ചെയ്തിട്ട് വെബ് ഫോം വഴി സബ്മിറ്റ് ചെയ്താൽ മതി. ഇമിഗ്രേഷൻ കാനഡക്ക്. ദാറ്റ്സ് ഇറ്റ്. Make sure that you're signing and putting the date and you're also providing the information of your lawyer or consultant. പിന്നെ കറണ്ട് കൺസൾട്ടൻ്റ് ലോയർ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, പുതിയൊരു ലോയറിനെ കൺസൾട്ടൻ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതെല്ലാം ഒരു ഫോം വഴി IRCയിലേക്ക് പോകുമ്പോഴത്തേക്ക് they will do the needful. കേട്ടോ, just to make sure that you're filling out the web form properly and doing it and submitting it properly. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. ഇനി അടുത്തായിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച പിന്നെയും. അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷെയർ ആൻഡ് കമൻറ്റ് ഇഫ് യു ക്യാൻ. ഓക്കെ, താങ്ക് യു, ബൈ.